Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin wal aqibatu lil muttaqin wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi al faizina ajma'in, amma ba'd. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പവിത്രമായ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ വലിയ സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടി നാളെ അവന്റെ സ്വലോക സ്വർഗത്തിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അല്ലാഹു നമുക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ ഈ മഹല്ല ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദുരന്തങ്ങളെ തൊട്ടും ദുരിതങ്ങളെ തൊട്ടും അല്ലാഹു നാം എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ, എന്നാൽ വേണ്ട സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ എല്ലാവരെയും വല്ലാതെ വിഷമിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന വാർത്തകളാണ് നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്തു നിന്ന് അള്ളാഹുവിൽ നിന്ന് ഇറക്കുന്ന, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇറങ്ങുന്ന വലിയ ദുരന്തങ്ങളും ദുരിതങ്ങളും, മറുഭാഗത്ത് നമ്മുടെ മനസ്സിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള കൊലപാതകങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്താണല്ലോ വാൽപ്പാറയിൽ വലിയ ദുരന്തം നടന്നത്. അതിനുശേഷം ഒന്ന് എടുത്തു നോക്കുന്ന സമയത്ത് എത്രയോ കൊലപാതകങ്ങളും ദുരന്തങ്ങളുമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അരങ്ങേറിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കുറച്ച് കാര്യങ്ങൾ പറയാം. കണ്ണൂർ ജില്ലയിലെ 25 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ താൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്തതിന് തന്റെ അമ്മയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, അതിനുശേഷം തന്റെ കൂട്ടുകാരനോടുകൂടെ അവൻ ബൈക്കിന്റെ പുറത്തിരുന്നു കൊണ്ട് പറഞ്ഞു, എന്നെ ലഹരി ഉപയോഗിച്ചോ എന്ന് ചോദ്യം ചെയ്ത എന്റെ മാതാവിനെ, എന്റെ അമ്മയെ ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ട്, അച്ഛനെ എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന വളരെ വിഷമിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു സംസാരം ആ ചെറുപ്പക്കാരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളുമാണ് ഈ കൊച്ചു കേരളം സാക്ഷിയായത്. പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് പറയാനുള്ളത്, ഇത്രത്തോളം കൊലപാതകങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പല ആളുകളും മനുഷ്യത്വം മറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്, അതുപോലത്തെ അവസ്ഥ എനിക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ ഉണ്ടായി എങ്കിൽ എത്രത്തോളമായിരിക്കും അതിന്റെ വിഷമവും പ്രയാസവും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അടുത്ത് തന്നെയാണ് മറ്റൊരു വാർത്ത കേട്ടത്. ഒരു ചെറുപ്പക്കാരൻ തന്റെ അച്ഛനെയും അമ്മയെയും തലക്കടിച്ചു കൊന്നു. അതുമാത്രമല്ല, അതിനുശേഷം വേറൊരു വാർത്ത വന്നു. ഒരു വാർത്ത ഒരു അച്ഛനെയും അതേപോലെ ജട്ട സഹോദരനെയും കൊന്ന് കുഴിച്ചു മൂടാൻ നിൽക്കുന്ന സമയത്ത് ജനങ്ങൾ കണ്ട് പോലീസിൽ ഏൽപ്പിച്ച ഒരു അവസ്ഥ. അങ്ങനെ തുടങ്ങിയാൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മളെല്ലാവരും ഇലക്ഷന്റെ പിന്നിലും അത് ആയതുകൊണ്ട് തന്നെ പല ആളുകളും അതിലൂടെ നോക്കിയിട്ടുണ്ടാവില്ല. പല വാർത്തകളും നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ഇത്തരം വാർത്തകളും നമ്മൾ നോക്കേണ്ടതാണ്. എന്നിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ഇത്തരം സംഭവങ്ങളൊക്കെ ഇവിടെ അരങ്ങേറാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, മതവിദ്യാഭ്യാസം ഉണ്ട് എങ്കിൽ ഇത്രത്തോളം ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാവേണ്ടി വരികയില്ല. ഇത്രത്തോളം ക്രൂരമായ കൊലപാതകങ്ങൾ ഇവിടെ നടക്കുകയില്ല. അച്ഛനെ അച്ഛനായിട്ടും അതുപോലെ അമ്മയെ അമ്മയായിട്ടും ഉമ്മയെ ഉമ്മയായിട്ടും വാപ്പയെ വാപ്പയായിട്ടും അങ്ങനെ കുടുംബക്കാരെ ഏത് രീതിയിൽ കാണണം എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മളെ ഓരോരുത്തരും നിലനിൽക്കുന്ന ഈ ദീനുൽ ഇസ്ലാമിൽ ഒരു സുന്ദരമായ ഒരു വഴി നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രത്തോളം വലിയ ദുരന്തങ്ങളും കൊലപാതകങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളം എല്ലാ നിലക്കും ഇന്ന് മുൻപന്തിയിൽ, സാംസ്കാരികമായി കൊണ്ട് നമ്മൾ മുൻപന്തിയിൽ നിൽക്കുകയാണ്. അതുപോലെ വിദ്യാഭ്യാസപരമായി നമ്മൾ മുൻപന്തിയിൽ നിൽക്കുകയാണ്. ശാസ്ത്രീയപരമായിട്ട് നമ്മൾ വലിയ പുരോഗമനം നേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ ഉണ്ടാവാത്ത ഒരു സംഭവമാണ് മനുഷ്യത്വം എന്ന് പറയുന്ന സംഭവം. അത് നമ്മിൽ നിന്നും പൂർണ്ണമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വളർന്നു വരുന്ന തലമുറയിലേക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ നിലപാടുകളും കാഴ്ചപ്പാടും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. വാപ്പയെ വാപ്പയായിക്കൊണ്ടും അതേപോലെ കുടുംബക്കാരെയും അയൽവാസികളെയും നല്ലതുപോലെ പരിചയപ്പെടുത്തുകയും മനസ്സിലാക്കുകയും നമ്മുടെ പുതിയ തലമുറക്ക് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഇന്ന റജുലൻ ജാഇറൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു. എന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പറയുകയാണ്, നബിയെ, നിങ്ങൾ യുദ്ധത്തിന് പോവാൻ തയ്യാറായിരിക്കുകയാണ്, അതുകൊണ്ട് എന്നെയും നിങ്ങൾ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുമോ? എനിക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ജിഹാദ്, എനിക്ക് യുദ്ധത്തിന് പോവാനുള്ള പെർമിഷൻ അന്ന് നിങ്ങൾ തരണം എന്ന് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂൽ വല്ലാതെ അറിയുന്ന ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനായ ആളോട് അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുകയാണ്, വാലിദ, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, നബിയെ, എന്റെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്ന സമയത്ത് അള്ളാന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് പറയുന്നുണ്ട്, നീ ജിഹാദ് നടത്തേണ്ടത് ആരോടാണെന്നറിയുമോ? നിന്റെ മാതാവിനോടും നിന്റെ പിതാവിനോടാണ്. യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെ? നിന്റെ മാതാവിനോടും പിതാവിനോടാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ, വെള്ളം കൊടുക്കേണ്ട സമയത്ത് വെള്ളം കൊടുക്കുക, അതേപോലെ ഭക്ഷണം കൊടുക്കേണ്ട കാര്യങ്ങൾ ഭക്ഷണം കൊടുക്കുക, കൃത്യമായി കൊണ്ട് അവരെ പരിചരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന ഈ യുദ്ധത്തിന് പോകുന്നതിന്റെ പ്രതിഫലം, യുദ്ധം ചെയ്യാതെ തന്നെ നിന്റെ ഉമ്മയെയും വാപ്പയെയും സംരക്ഷിച്ചതിന്റെ ഫലമായി കൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഈ സുന്ദരമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കുന്ന സ്ഥാനം എന്താണെന്നറിയുമോ? പ്രായം ചെല്ലുന്ന സമയത്ത് തന്റെ മക്കൾക്ക് അവരെ നോക്കാൻ സമയമില്ല. മക്കൾക്ക് അവർ ഭാരമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്, ഉമ്മായും വാപ്പയെയും നല്ല രീതിയിൽ നമ്മൾ നോക്കിയിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ നരകത്തിലേക്ക് പോവാനുള്ള ഒരു കാരണമായി കൊണ്ട് അത് മാറും. അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, ഉമ്മയും വാപ്പയും എന്ന് പറഞ്ഞാൽ ഉമ്മാ ജന്നത്തുക വനാറുക, നിന്റെ സ്വർഗവും നരകവും നിന്റെ ഉമ്മയും വാപ്പയുമാണ്. നല്ലതുപോലെ ഉമ്മയെയും വാപ്പയെയും പരിചരിച്ചു കഴിഞ്ഞാൽ നീ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. അല്ല, നീ അവരെ നല്ലതുപോലെ പരിചരിക്കുന്നില്ല എങ്കിൽ നീ പോകുന്നത് നരകത്തിലേക്കാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരുപാട് കൊലപാതകങ്ങളും മറ്റും ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മനുഷ്യത്വം പൂർണ്ണമായും മരവിച്ചു പോയതിന്റെ കാരണമാണ്. ഈ അടുത്ത് തന്നെയല്ലേ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഓരോരുത്തരും കണ്ട ഒരു കൗതുകകരമായ ഒരു വാർത്തയുണ്ടല്ലോ. മലപ്പുറം ജില്ലയിലെ എടവണ്ണക്കടുത്ത് പത്തപ്പിരിയം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആമിന എന്ന് പറയുന്ന ഒരു ഉമ്മ മരണപ്പെട്ടു പോയി. ആ ഉമ്മയുടെ ജനാസ പള്ളിയിലേക്കും അതുപോലെ പള്ളിക്കാട്ടിലേക്കും കൊണ്ടുപോകുന്ന സമയത്ത് ആളുകളുടെ കൂടെ ഒരു തെരുവ് നായയും കൂടെ ഉണ്ടായിരുന്നു. 2-3 ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അതെല്ലാവരും വീഡിയോ സഹിതം നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. ഈ 2 ദിവസം വിഷമിച്ചുകൊണ്ട് ആ ആമിന എന്ന് പറയുന്ന ഉമ്മയുടെ ഖബറിന്റെ ചാരത്ത് ഒരു തെരുവ് നായ വന്നിരിക്കുമ്പോൾ എന്തുകൊണ്ടിട്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്ന് തന്റെ കുടുംബക്കാരോട് ചോദിക്കുന്ന സമയത്ത് തന്റെ കുടുംബക്കാര് പറയുന്നുണ്ട്, ഈ തെരുവ് നായ എല്ലാ ദിവസവും വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആമിന
ഉമ്മ എന്ത് ചെയ്യും? ഭക്ഷണം ആ നായക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ വിഷമകരമായ ആ വാർത്ത കണ്ട്, ആ ഉമ്മ മരണപ്പെട്ടു പോയതിന്റെ വാർത്ത അറിഞ്ഞതിന് ശേഷം ആ നായയും ഖബറിന്റെ പരിസരത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വീഡിയോ സഹിതം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാവരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തെരുവ് നായയുടെ സ്നേഹം പോലും ഇന്ന് മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞിട്ടില്ലേ, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും കുറച്ച് ആളുകളെ ഞാൻ പ്രത്യേകമായി കൊണ്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, അവരുടെ പ്രത്യേകത പറയുന്നുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, ആ ഹൃദയം കൊണ്ട് നന്മയെ അവർ മനസ്സിലാക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് നല്ല കാഴ്ച കണ്ണു കൊടുത്തിട്ടുണ്ട്, കാണേണ്ടതിനെ അവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് നല്ല കാതുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ കേൾക്കേണ്ടതിനെ അവർ കേൾക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, പച്ചയായ ഹറാമുകൾ നമ്മൾ കാണുകയും കേൾക്കുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മനുഷ്യന്മാർ നായേക്കാൾ അല്ലെങ്കിൽ നാക്കാലികളെക്കാൾ അധപതിച്ചു പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അള്ളാന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, അവർക്ക് നല്ല ഖൽബ്, നല്ല ഹൃദയം കൊടുത്തു, പക്ഷേ നന്മയെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. കാത് കൊടുത്തു, ആ കാതിലൂടെ നല്ലത് അവർ കേൾക്കുന്നില്ല. കണ്ണ് കൊടുത്തു, കണ്ണുകൊണ്ട് നന്മയെ അവർ കാണുന്നില്ല. എന്നിട്ട് പറയുകയാണ്, ഉലൈക കൽ അൻആം, അവർ നാക്കാലികളെ പോലെയാണ് എന്നല്ല, ബൽഹും അവല്ല്, അവരെക്കാളും വഴി പിഴച്ചു പോയ, അവരെക്കാളും അധപതിച്ചു പോയ ആളുകളാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധവാന്മാരാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് സുന്ദരമായ ഹൃദയം അല്ലാഹു തന്നിട്ടുണ്ട്, സുന്ദരമായ കണ്ണ് അല്ലാഹു നൽകിയിട്ടുണ്ട്, സുന്ദരമായ കാഴ്ച തന്നിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നല്ല നല്ല അവയവങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിലൂടെ കാണേണ്ടതും അതിലൂടെ കേൾക്കേണ്ടതും നല്ലതായ രീതിയിൽ അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഏത് രീതിയിലാണോ ജീവിക്കാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ജീവിതം നമ്മൾ കാഴ്ചവെക്കുകയാണ് എങ്കിൽ നമ്മളിൽ നിന്ന് മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോവുകയില്ല. ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ഇന്ന് ഓരോരുത്തരും മനസ്സിലാക്കുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഭൗതികത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ മതവിദ്യാഭ്യാസം നമ്മൾ നിർത്തുമ്പോ കുട്ടികളൊക്കെ ഒരു പക്ഷേ അനാചാരങ്ങളിലേക്കും ഹറാമിലേക്കും നടന്നു പോകും. അപ്പോൾ അവർക്ക് വാപ്പയെയും ഉമ്മയെയും അതേപോലെ കുടുംബക്കാരെയും അവർ മനസ്സിലാക്കൂല. മറ്റുള്ള അധർമ്മങ്ങളും തെറ്റുകളും ചെയ്തുകൊണ്ട് പച്ചയായ ഹറാമുകളിലൂടെ അവർ ജീവിതം നയിക്കുമ്പോ അവർക്ക് നല്ലതായ ശർഈയായ ഇൽമ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ ഇതുപോലത്തെ കൊലപാതകങ്ങൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലും അരങ്ങേറാം, നമ്മുടെ നാട്ടിലും അരങ്ങേറാം, നമ്മുടെ കുടുംബത്തിലും അരങ്ങേറാം. റബ്ബ് തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, മക്കൾ ഒരു പക്ഷേ വഴി പിഴച്ചു പോവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്റെ മാതാവും പിതാവും തന്നെയായിരിക്കും. എന്നിട്ടോ അക്രമങ്ങളും പ്രയാസങ്ങളും വരുമ്പോ കുട്ടികളെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് മതപരമായ ഇൽമ കൊടുക്കുമ്പോ അവർ വാപ്പയെയും അതേപോലെ കുടുംബക്കാരെയും നാട്ടുകാരെയും അയൽവാസികളെയും ഓരോരുത്തർക്കും കൊടുക്കുന്ന പരിഗണന നമ്മുടെ ഈ ഇൽമിലൂടെ അവർ പഠിക്കും. നേരം മറിച്ചോ അവർക്ക് നല്ലതായ ഇൽമ കൊടുത്തിട്ടില്ല എങ്കിൽ ഒരുപാട് തിന്മകളിലൂടെ അവർ നടന്നു പോകും. ഇന്നത്തെ സാഹചര്യത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോ ഇന്നിറങ്ങുന്ന ഓരോ സിനിമകളും ഒരു പക്ഷേ അവർക്ക് അഭിനയമായിരിക്കാം. പക്ഷേ കുട്ടികൾ അത് കാണുമ്പോ എങ്ങനെയാണ് കൊല്ലേണ്ടത്, എങ്ങനെയാണ് കുഴിച്ചു മൂടേണ്ടത് ആരും അറിയാതെ, ആരും കാണാതെ അത്തരത്തിലുള്ള ഒരു സിനിമയിലും നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമ പോലും ഇന്ന് ഇല്ല എന്നാണ് ഖേദകരം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, സിനിമയിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും കുട്ടികളെ പറഞ്ഞയക്കാതെ നല്ലതായ രീതിയിൽ ശർഈയായ ഇൽമിനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്, നല്ല ചൂടുള്ള സമയമാണ്. മറ്റുള്ള ആളുകളിലേക്ക് റഹ്മത്തായിക്കൊണ്ട് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ, നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ തണ്ണീർക്കുടം പോലത്തെ നല്ല കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലൂടെ
മറ്റുള്ള ആളുകളോടുള്ള, മറ്റുള്ള ജന്തുജാലങ്ങളോടുള്ള സ്നേഹം അതിലൂടെ നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു വിചാരിയായ ഒരു പെണ്ണിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേവലം ആ പെണ്ണ് ഒരു നായക്ക് ഒരു വെള്ളം കൊടുത്തതിന്റെ കാരണം കൊണ്ട് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആ പെണ്ണ് സ്വർഗത്തിലാണ്. എന്തേ ആ പെണ്ണിന് സ്വർഗം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയുമോ? ആ നായക്ക് വെള്ളം കൊടുത്തു. ആ വെള്ളം കൊടുത്തപ്പോ ആ നായ അള്ളാഹ്ക്ക് എന്ത് ചെയ്തു? ശുക്ർ ചെയ്തു. അത് കാരണം കൊണ്ട് വ്യഭിചാരിയായ, സദാസമയം വ്യഭിചാരത്തിൽ ഏർപ്പെട്ട ആ പെണ്ണിനിക്ക് അള്ളാഹു സ്വർഗം കൊടുത്തു എന്ന് അള്ളാന്റെ റസൂൽ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോ അള്ളാന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, ഇന്ന ഫിൽ ബഹാഇമി അജ്റ, മൃഗങ്ങളിലും ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുമോ എന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന സമയത്ത് സ്വഹാബത്തിനോട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, നഅം സ്വഹാബ, കിട്ടും സ്വഹാബത്തെ. പച്ചയുള്ള, കരളുള്ള, ജീവനുള്ള ഏത് ജന്തുജാലങ്ങൾക്കും വെള്ളം കൊടുക്കുമ്പോ, ഭക്ഷണം കൊടുക്കുമ്പോ നിങ്ങൾക്ക് അതിലൂടെ പ്രതിഫലം കിട്ടും. അതുപോലത്തെ പ്രതിഫലമായിരിക്കും പ്രിയപ്പെട്ട ആമിന എന്ന് പറയുന്ന ഉമ്മ ആ നായക്ക് കൊടുത്തതിന്റെ കാരണം കൊണ്ട് ഒരു പക്ഷേ ആ ഉമ്മ സ്വർഗത്തിലാവാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ചൂടുള്ള സമയമാണ്. നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ, അതുപോലെ നമ്മുടെ പരിസരങ്ങളിലൂടെ വരുന്ന ജന്തുജാലങ്ങൾക്ക് ഭക്ഷണങ്ങളും വെള്ളവും കൊടുക്കാനുള്ള ഒരു കാര്യം നിങ്ങൾ ഓരോരുത്തരും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി ഉണർത്തിക്കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ട മതപരമായ ഇൽമ് അത് എല്ലാ നിലക്കും കൊടുക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. റബ്ബ് തആല ദുരന്തങ്ങളെ തൊട്ടും, ദുരിതങ്ങളെ തൊട്ടും, അക്രമങ്ങളെ തൊട്ടും, കൊലപാതകങ്ങളെ തൊട്ടും നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.